ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ടൈറ്റിൽ മരണശേഷം രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കള്ളം പറയാത്ത സത്യം പരിശുദ്ധാത്മാവ് നമ്മളെ ചേർച്ച് ഹിസ്റ്ററിയും പഠിപ്പിക്കുന്നത്. ആരോ ചോദിക്കുന്നത് കേട്ട് ഇതൊക്കെയാണോ സുവിശേഷമെന്ന്? എൻ്റെ പൊന്നും മകനെ, ചേർച്ച് ഹിസ്റ്ററി അറിയാത്തിടത്തോളം കാലം സുവിശേഷത്തിൻ്റെ സത്യം മർമ്മം നിനക്ക് മനസ്സിലായില്ല. പറഞ്ഞാൽ മനസ്സിലായ? അപ്പോൾ ഈ ചേർച്ച് ഹിസ്റ്ററി കൂടെ എങ്ങനെ ഈ ദുരാത്മശക്തി ചർച്ചിൻ്റെ അകത്ത് കടന്ന് കർത്താവിൻ്റെ സഭയെ മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോയെന്നുള്ള ചരിത്രം കൂടി നീ അറിയണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തന്നിരിക്കുന്ന ഈ തിരുവചന സത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയുള്ളൂ. അത് ആ സുവിശേഷം ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കാനാണ് ഈ ചരിത്ര സംഭവങ്ങളിലൂടെ ദുരാത്മാവ് സഭയുടെ അകത്ത് കയറി എടുത്ത് കളഞ്ഞത്. ഈ തിരുവചന സത്യത്തിൻ്റെ മർമ്മമാണ്. ആ സത്യം ജനത്തിനോട് വിളിച്ചു പറയേണ്ടത് രാജകീയ പുരോഹിതനാണ്. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനാ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് അറിയാവോ? ഈ തിരുവചനം അനുസരിച്ച് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനാണ്. ഞാൻ മുഖാന്തരം ഒരു വ്യക്തി നിത്യതയിലെത്തണം. ഞാൻ മുഖാന്തരം ഒരു വ്യക്തി സത്യം അറിയണം. എന്നെ ലോകത്തിലേക്ക് അയച്ചത് ഗോ ടു ദ ഹോൾ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. കർത്താവ് എൻ്റെ കയ്യിൽ എഴുതി തന്ന ഈ തിരുവചന സത്യം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനാ എന്നെ കർത്താവ് വിളിച്ചത്. സോ എൻ്റെ ബോസ് എന്നെ അയച്ചത് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവാണ്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കള്ളം പറയാത്ത സത്യങ്ങൾ, ഇനിയും കുറേ സത്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനങ്ങൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചോളുവിൻ. യെസ്, ഒരു കർത്താവേ ഉള്ളു, ഒരൊറ്റ കർത്താവേ ഉള്ളു. ഒത്തിരി കർത്താവൊന്നുമില്ല. ഒരൊറ്റ രക്ഷകനേ ഉള്ളു, ഒരൊറ്റ ദൈവമേ ഉള്ളു. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതാണ് ഏറ്റവും വലിയ സുവിശേഷം. ആ കർത്താവ് തൻ്റെ മക്കളായ നമ്മളോട് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ കൊടിയ ചെന്നായ്ക്കൾ എന്ത് ചെയ്യുമെന്ന് അടുത്ത വചനത്തിലുണ്ട്. 29-ാം വാക്യം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് ഈ കൊടിയ ചെന്നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. കൊടിയ ചെന്നായ്ക്കളെന്നാണ് പറഞ്ഞേ, അല്ലാതെ കൊടിയ പട്ടിയൊന്നുമല്ല. കൊടിയ ചെന്നായ്ക്കൾ. ഇപ്പോൾ ഞാൻ ഈ തിരുവചന സത്യം വിളിച്ചു പറയുമ്പോൾ ചിലർ എന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം ഞാൻ ചിരിച്ചതുപോലെ അവന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്താ ഈ കൊടിയ ചെന്നായ്ക്കൾ ചെയ്യുന്നത്? 30-ാമത്തെ വാക്യം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ കൊടിയ ചെന്നായ്ക്കൾ പുറത്തുനിന്നൊന്നും വരുന്നതല്ലേ, അകത്ത് തന്നെ. അപ്പം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്.
അയ്യോ, ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ദുരുപദേശങ്ങളാണ് കവിഞ്ഞൊഴുകുന്നത്. സ്തോത്രം. ഒത്തിരി ദുരുപദേശ കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകൾക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം അവർ വളച്ചൊടിക്കും. അവരുടെ കീ വാക്യം അതായിരിക്കും. സ്തോത്രം. ഇതിപ്പോൾ കൃപായുഗമാണ്. തീർച്ചയായിട്ടും കൃപായുഗം തന്നെ. കൃപായുഗത്തിൻ്റെ ആ ഒരു പ്രത്യേകത, സ്തോത്രം, അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നവർ പറയുകയാണ്, കർത്താവിൽ മാത്രം വിശ്വസിച്ചാൽ മതി, കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, പാപം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ വളരെ എളുപ്പമായില്ലേ? വൈദ്യം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. മനുഷ്യനെ കമ്പയർ ചെയ്യുന്നത് ചാഞ്ഞു കിടക്കുന്ന മരമാണ്. ആ മരത്തെ ഓടിക്കയറാൻ ഭയങ്കര എളുപ്പമാണ്. 16 അതിൽ കൂടുതലാണ് ജഡത്തിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ വെറും 9 ഉള്ളൂ. 16 അതിൽ കൂടുതലുമാണ് ജഡത്തിൻ്റെ ഫലങ്ങൾ. ആ ജഡത്തിൻ്റെ ഫലങ്ങൾ, സ്തോത്രം, ആ ഫലങ്ങളുടെ പ്രേരണ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ പാപം ചെയ്താലും കുഴപ്പമില്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. ഇന്ന വചനം വായിക്കൂ, അവിടെ നിന്ന് എടുത്ത് വായിക്കൂ, ഇവിടെ നിന്ന് എടുത്ത് വായിക്കൂ. സ്തോത്രം. പിശാചൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മനുഷ്യ, നിന്നേക്കാൾ വൃത്തിയായിട്ട് കർത്താവിൽ പിശാച് വിശ്വസിക്കുന്നുണ്ട്. ആ പിശാചിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം അവൻ കേൾക്കുമ്പോൾ വിറക്കുമെന്നാണ്. നീ സ്തോത്രം, ദുരുപദേശം പഠിപ്പിക്കുന്നവനെ, കൊടിയ ചെന്നായി, നിനക്ക് ദുരാത്മശക്തിയെ പോലും പേടിയില്ല. ലൂസിഫറിന് നിൻ്റെ പേടിയാണ്. കാരണം ലൂസിഫറിന് ക്ലാസ് കൊടുക്കുന്നവനാണല്ലോ നീ, PhD. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇത്തരത്തിലുള്ള പുരുഷന്മാർ എഴുന്നേറ്റാണ് എൻ്റെ കർത്താവിൻ്റെ തിരുവചന സത്യം യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ സഭയെ മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോയത്. ഈ പൈശാചിക ശക്തി കടന്നു വന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ രൂപത്തിലാണ്. പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാതിരുന്ന മതമേലധ്യക്ഷന്മാർ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ മതിമറന്ന് സകല തൊപ്പിയും പടിയും ചെയറുമൊക്കെ സ്വീകരിച്ച് രാജകീയ പദവിയൊക്കെ സ്വീകരിച്ച് അവർ വേറൊരു കളറിലേക്ക് മാറി. അതെന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ കൊടിയ ചെന്നാക്കളുടെ നടുവിലാണ് വല്ല വിധേനെ ഒരാത്മാവിനെങ്കിലും തീച്ചുള എന്ന് വലിച്ചൂരി രക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ തീവ്രതയോടെ, ഒരു മനുഷ്യനെ പേടിക്കാതെ, പരിശുദ്ധാത്മാവ് ദൈവം അവൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്നിട്ട് ഈ തിരുവചന സത്യം വിളിച്ചു പറയുകയാണ്. നമുക്ക് കള്ളം പറയാത്ത ചരിത്ര സത്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് AD 709 മാർപ്പാപ്പയുടെ പാദം മുത്തുന്ന പതിവ് ആരംഭിച്ചു. സ്തോത്രം. മാർപ്പാപ്പയുടെ പാദം മുത്തുന്ന പതിവ് ആരംഭിച്ചു. പുത്രനെ ചുംബിക്കാനാ, കർത്താവ് യേശുക്രിസ്തുവിനെ ചുംബിക്കാനാ. അല്ലാതെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെയും പാദവും കൈയും കാലും ഓരോടത്തും നീ മുത്തരുത്. സ്തോത്രം. മുത്തിയാൽ അവനിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുരാത്മശക്തി നിൻ്റെ ഉള്ളിൽ കടക്കും. അതുകൊണ്ട് ചുംബിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. ഈസ് ഓൾവേസ് അവൈലബിൾ. ആ പുത്രൻ്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ജെറമിയ 33:3. You call upon me and I will answer.
ആ നമ്പറിൽ വിളിച്ചാൽ ഈ രക്ഷകൻ എപ്പോഴും നമ്മുടെ വിളിപ്പുറത്തുണ്ട്. അവൻ്റെ ആൻസറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പം മറ്റൊരു കോളിലാണ്. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അറ്റ് എനി ടൈം 24/7 വിളിച്ചോ, നിന്റെ വിളിക്കുത്തരം തരുക അവൻ. നീ ചുംബിക്കേണ്ടത് കർത്താവായ യേശുവിനെയാണ്. സ്തോത്രം. മനുഷ്യനെ ചുംബിച്ചാൽ നീ മരിക്കുന്നവരെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് പാദം തിരിച്ചറിയണം, അപ്പൻ ആരാണെന്നറിയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്നെ ജനിപ്പിച്ച അപ്പൻ ആരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? എബ്രായ ലേഖനം 2:11, ഹീബ്രൂസ് chapter 2 verse 11. ഹീബ്രൂസ് chapter 2 verse 11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ, നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അപ്പം അപ്പനെ മനസ്സിലായോ? സഭാവ്യത്യാസം തന്നെ. ഈ പുസ്തകത്തിന് നീ ഹൃദയം കൊടുക്കുകയാണെങ്കിൽ അപ്പൻ ആൾ വേറെയാ. വിശുദ്ധീകരിക്കുന്നവൻ യേശു ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ ഓരോരുത്തരും. കർത്താവ് യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നോ അവന് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം അവൻ്റെ മേലുണ്ട്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒരുവനല്ലോ. അക്കാരണത്താൽ കർത്താവിന് നമ്മളെ കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ കർത്താവിന് ലജ്ജയില്ല. പക്ഷെ നിന്റെ കുടുംബക്കാർക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അപ്പനാരെന്ന് അവർക്കറിയത്തില്ല. സ്തോത്രം. Unless you born again, you will never enter the kingdom of God. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കടക്കുകയില്ല എന്നാ പറഞ്ഞത്. ജലത്താലോ ആത്മാവിനാലും. അതുപോലും വേണ്ടെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശ കൊടിയ ചെന്നായ്ക്കളുണ്ട്. സ്നാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്നാനത്തിൻ്റെ പെന്തക്കോസ്തക്കാർ പറയുന്ന സ്നാനത്തിൻ്റെ ആവശ്യമില്ലെന്നേ. നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു സ്നാനമുണ്ട്, അത് മതി. ഇത് പറയുന്ന ആരാണെന്നറിയാവോ? അയ്യോ, സാധാരണക്കാരെ മനുഷ്യരല്ല. വലിയ നീളമുള്ള ഡിഗ്രിയൊക്കെ എടുത്ത് ഡബിൾ MA PhD DDT വരെ എടുത്ത് കൈവച്ചുകൊണ്ടിരിക്കുന്ന വലിയ അങ്ങനത്തെ കൊമ്പത്തിരിക്കുന്ന അധ്യക്ഷന്മാരാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട്. അദ്ദേഹം പറയുകയാണ്, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കാണ് നമ്മൾ സ്നാനം കൊടുക്കുന്നത്. സ്തോത്രം. എൻ്റെ പൊന്നു ഉപദേശി, കർത്താവ് ശിശുക്കളെ സ്നാനപ്പെടുത്തിയതും ശിഷ്യന്മാർ ശിശുക്കളെ സ്നാനപ്പെടുത്തിയതുമായിട്ടുള്ള എവിടെയുണ്ട് ഒന്നൊന്ന് കാണിച്ചു തരാവോ? എങ്ങനെ ഈ ദുരുപദേശം സഭയുടെ അകത്ത് കയറി എന്നുള്ളത് പോയി പഠിക്ക്. ചരിത്ര പറയാത്ത കള്ളം പറയാത്ത സത്യത്തിൽ കിടപ്പുണ്ടോ? അതൊക്കെ പിന്നീട് പുറകെ വരും, എങ്ങനെ ശിശുസ്നാനമൊക്കെ കിടന്നുകൂടിയെന്ന്. അപ്പോൾ ചുംബിക്കേണ്ടത് മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെയല്ല, മാർപ്പാപ്പയുടെ പാദം മൂത്തുന്ന പതിവ് ആരംഭിച്ചു. വീണ്ടും അടുത്ത ഇയറിലേക്ക് പോവുകയാണ്. AD 786 കുരിശ്, തിരുസ്വരൂപങ്ങൾ, തിരുശേഷിപ്പുകൾ എന്നിവയെ ആരാധിക്കുന്നത് ഔദ്യോഗികമായി അംഗീകരിച്ചു. സ്തോത്രം. ഈ കുരിശു വണക്കം സഭയുടെ അകത്ത് കൊണ്ടുവരുന്ന ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ മുഖാന്തരമാണ്. കുരിശിൽ കയറിയവൻ എന്താ പറഞ്ഞ? എന്തിനെ ആരാധിക്കണമെന്നാ? യേശുക്രിസ്തു പറഞ്ഞോ കുരിശിനെ ആരാധിക്കാൻ? കുരിശിൽ കയറി ശിക്ഷയുടെ, നിന്ദയുടെ അടയാളമായിരുന്ന, ശാപത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിൽ തന്നെ മരിച്ചുകൊണ്ട്
മാനവരാശിയെ രക്ഷിച്ച രക്ഷകനായി യേശു ക്രിസ്തു പറഞ്ഞോ കുരിശാണ് രക്ഷയുടെ അടയാളമെന്ന്? ഇല്ലല്ലോ, ബൈബിളിൽ ഒരിടത്തും ഇല്ല. കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശ് മഹത്വത്തിൻ്റെ അടയാളമാണ്. കുരിശിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പക്ഷേ അത് ധരിച്ചത് കൊണ്ട് നീ ക്രിസ്ത്യാനിയാണെന്ന് ലോകം പറയത്തില്ല. കാരണം പിശാചിൻ്റെ ആരാധകർക്കും കുരിശുണ്ട്. അതല്ല, തലകിഴുക്കാൻ പാടാണ് അവന്മാർ അതിനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ചിലർ ടാറ്റു അടിക്കാറുണ്ടല്ലോ. കുരിശ് തലകിഴുക്കാൻ പാട്. നല്ല ക്രിസ്ത്യാനി അതൊക്കെ ചെയ്യുന്നുണ്ട്, അർത്ഥം അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചിലർ ഒരു കാതിൽ മാത്രം കടുക്കനിട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നമ്മളുടെ ന്യൂജെൻറ്റിൻ്റെ ഒരു അടയാളമാണ്, ഒരു പ്രത്യേക ഫാഷനാണ്. മക്കളെ, അർത്ഥം അറിയാവോ? ഒരു കടുക്കൻ മാത്രം നിൻ്റെ കാതിലാണ് കിടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആൾ വേറെയാണെന്നാണ്. സ്തോത്രം. അപ്പോൾ കുരിശ് വണങ്ങണമെന്ന് സഭയിൽ കുരിശാരാധന കയറി വന്നത് AD 786. അപ്പോൾ പറഞ്ഞു, കുരിശല്ല ധരിക്കേണ്ടത്, പിന്നെ എന്താ ധരിക്കേണ്ടത്? ക്രിസ്ത്യാനിയുടെ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ ഉടനെ വരാൻ പോകുന്ന ഉത്തരം കുരിശ് എന്നാണ്. കുരിശല്ല. പിന്നെ അത് പൊതുവെ ഒരു അടയാളമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13, 34, 35 വാക്യങ്ങൾ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സസ് 34 and 35. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഈ ലോകം അറിയും എൻ്റെ ശിഷ്യന്മാരാണെന്ന്. കുരിശിട്ടത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരാണ് ഈ ലോകം അറിയുമെന്ന് പറഞ്ഞാ ഇല്ലേ? എനിക്കൊരു പുരോഹിതനെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത് ലോകത്തുള്ള സകല കുരിശും കളക്ട് ചെയ്യുന്നുള്ളത്. ഒത്തിരി കളക്ഷനുണ്ട്. ഇവിടെ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, കർത്താവ് സ്വപ്നം പോലും കാണാത്ത കുരിശ് ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. അതിനെ വണങ്ങണമെന്ന് സഭയിൽ നിയമം വന്നു. തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുകളും എന്നിവയെ ആരാധിക്കുന്ന ഔദ്യോഗികമായി അംഗീകരിച്ചു. സഹോദരങ്ങളെ, ഇത് കർത്താവ് പറയാൻ മറന്നുപോയ കാര്യങ്ങളാണ്. തിരുസ്വരൂപങ്ങൾ ഒന്നിൻ്റെയും രൂപം നിർമ്മിക്കരുതെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളേ? കർത്താവെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇത്തിരി സ്വരൂപങ്ങളും നേർച്ചകാഴ്ചകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്. ഇപ്പം അതുകൂടെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുമാനം എവിടെ നിന്നുണ്ട്? തിരുസ്വരൂപങ്ങൾ, വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്, അയ്യോ അത് പള്ളിയിലല്ല. പള്ളിയിൽ തിരുസ്വരൂപം വണക്കമേ ഉള്ളൂ. വിഗ്രഹ ആരാധന അങ്ങ് ജാതികളുടെ അമ്പലത്തിലും കാര്യങ്ങളിലുമാണ്. പള്ളിയിലെ വിഗ്രഹം ഒരു വിഗ്രഹവും, പള്ളിയിലിരിക്കുന്ന ഒരു വിഗ്രഹവും പഞ്ചലോക വിഗ്രഹമല്ല, വെള്ളിയുടെ വിഗ്രഹമല്ല, സ്വർണത്തിൻ്റെ വിഗ്രഹമല്ല. നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. നമ്മൾക്കെന്ന് പറയുമ്പം ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. ഇപ്പോഴല്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കുകയുള്ളൂ.
എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കള്ളം പള്ളി കയറി വിഗ്രഹം അടിച്ചുകൊണ്ട് പോയെന്ന്? എന്നാൽ വരുമാനം ഏകദേശമൊക്കെ തുല്യമായിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിലും പുരോഹിതൻ്റെ അതിനെ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളറും ഭാവവും ലക്ഷണമൊക്കെ മാറി. സ്തോത്രം. 115 സങ്കീർത്തനം എന്താണെന്ന് പറയും, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 115 സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 115 വായിക്കാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ, ശ്രദ്ധിച്ചോളാം, പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെ ആകുന്ന, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. അവയ്ക്ക് കണ്ണുണ്ട്, കാണുന്നില്ല, ചെവിയുണ്ട്, കേൾക്കുന്നില്ല, കൈയുണ്ട്, സ്പർശിക്കുന്നില്ല, കാലുണ്ട്, നടക്കുന്നില്ല, മൂക്കുണ്ട്, മണക്കുന്നില്ല, കണ്ണുണ്ട്, കാണുന്നില്ല. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് ഡ്യൂട്രോണമിയിൽ എഴുതി വച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഗൗരവിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ശബ്ദമല്ലേ കേട്ടുള്ളൂ, രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുകയാണ്. ദൈവം ആത്മാവാണ്. അവനെ മനുഷ്യ നിന്റെ ഭാവനയിൽ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹത്തിൽ ആവസിക്കാൻ പറ്റില്ല. ആശാരി രൂപം കൊത്തി ഉണ്ടാക്കുന്നു, പള്ളിയിലെ പുരോഹിതൻ അതിനെ ആശീർവദിച്ച് ജനത്തിന് കൊടുക്കുന്നു. അഹറോൻ്റെ പണി വീണ്ടും ആവർത്തിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ഈ മദർ തെരേസ വലിയ ഇഷ്ടമാണ്. നല്ലൊരമ്മയാണ്, മനുഷ്യത്വമുള്ള അമ്മയാണ്. നിങ്ങൾക്കിത് കാണാമോ? അല്ലേ? കാണാമല്ലോ. വെരി ഗുഡ്. മദർ തെരേസയാണ്. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിലർ, അതിവിശുദ്ധന്മാർ ഒന്ന് ഓടി വരരുതേ, ഒരു കാര്യം പറയാൻ വേണ്ടി, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി. തിരുശേഷിപ്പായ തിരുമുടി. അപ്പോൾ നമ്മൾ AD 786 കുരിശ്, തിരുസ്വരൂപങ്ങൾ, തിരുശേഷിപ്പുകൾ എന്നിവയെ ആരാധിക്കുന്നത് ഔദ്യോഗികമായി അംഗീകരിച്ചു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തൃശ്ശൂരിൽ അമ്മ ദേവാലയം എന്ന് പറയുന്ന ഒരു പള്ളിയിൽ നടക്കുന്ന ഒരു ആരാധനയെക്കുറിച്ചാണ് ഞാനീ പറയാൻ വരുന്നത്. തിരുശേഷിപ്പായ തിരുമുടി. വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൽക്കട്ടയിൽ നിന്നും ഭക്തിയാദരങ്ങളോടെ ഏറ്റെടുത്ത വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ പരിശുദ്ധമായ 3 മുടിനാരിഴകൾ വണക്കത്തിനായി അമ്മ ആലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ മരിച്ചുപോയ ഈ സാധുക്കളുടെ അമ്മയായ ഈ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അമ്മ ഉറക്കത്തിലാണ്. പാവം അമ്മ ഇതൊന്നും അറിയത്തില്ല. മരിച്ചുപോയ അമ്മയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 3 മുടിനാരിഴകൾ വണക്കത്തിനായി അമ്മ ആലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. വേദനിക്കുന്നവർക്ക് അത്താണിയും നിരാലംബർക്ക് ആശ്രയമായ മദറിൻ്റെ മുടിനാരിഴകൾ അനേകർക്ക് രോഗശാന്തിയാകുന്നു. ഇതിൻ്റെ പിന്നിലെ ഒരു കരമെന്ന് പറയുന്നത് ഒരു പുരോഹിതൻ്റെ കരമാണ്. ആ പുരോഹിതൻ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം വായിച്ചിട്ടില്ല.
അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്കും നിനക്കും സൗഖ്യം വന്നുവരിക്കുന്നു. മരിച്ചുപോയ മദർ തെരേസയുടെ 3 മുടിനാരിഴകൾ മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിന് കാൽവരിയിൽ എൻ്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി രക്തം ചിന്തി? നീ പറയുമോ ഈ സത്യം? ഈ ലോകത്തോട് വിളിച്ചു പറയുമോ? ഈ മദർ തെരേസ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ഓടിച്ചിട്ടടിച്ചു തരും ആ അമ്മ. വേദനിക്കുന്നവർക്ക് അത്താണിയും നിരാലംബർക്ക് ആശ്രയമായ മദറിൻ്റെ മുടിനാരിഴകൾ അനേകർക്ക് രോഗശാന്തിയേകുന്നു, പ്രേക്ഷിത പ്രചോദനമേകുന്നു. ഇനി ഇതിന് ഒരു പ്രത്യേക ദിവസങ്ങളുണ്ട്. ഇതിൻ്റെ പിശാചിൻ്റെ ശക്തി ഇളകുന്ന ദിവസങ്ങളാണ്. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ കൂടാരപ്പള്ളിയിൽ തിരിശേഷിപ്പ് വണക്കത്തിനായുള്ള സൗകര്യങ്ങൾ, പ്രത്യേക ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയാണ് മദർ തെരേസയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വരുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ എന്നെ ഈ കർത്താവിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നിൻ്റെ വീട്ടിൽ ഒരു പാമ്പ് കയറി വന്നാൽ നീ അറിയുമോ? അറിയത്തില്ലേ? പാമ്പ് കയറി വരുന്നത് ആരും അറിയാതെ നുഴഞ്ഞ് കയറി വരുന്നേ. അതേപോലെ ഇപ്പോൾ പിശാച് വരാൻ പോയാണ്. കേട്ടോളൂ. വാഴ്ത്തപ്പെട്ട മദർ തെരേസയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ദൈവസ്നേഹം മനുഷ്യരിലേക്ക് പകർന്ന് ആത്മാക്കളെ ദൈവസന്നിധിയിൽ എത്തിച്ച വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മധ്യസ്ഥം തേടി ആത്മമോചന മധ്യസ്ഥ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. പിശാച് വരാൻ നുഴഞ്ഞു കയറാൻ വേണം. അങ്ങയുടെ തിരുമുടി തിരിശേഷിപ്പിനാൽ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആശീർവദിക്കണമേ. ബന്ധനത്തിൽ ഉഴലുന്ന രോഗികളെയും അഗതികളെയും സ്നേഹചുംബനത്താൽ മാറോടണച്ച് യേശുവിൻ്റെ അരിമകളാക്കി മാറ്റിയ അമ്മേ, ബന്ധിതരായ ഞങ്ങളെ അങ്ങയുടെ മുടിയിഴകളാൽ സംരക്ഷിക്കണമേ. ആ തിരുമുടികളാൽ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും ബന്ധിക്കണമേ. ആമേൻ. ഇവിടെ ഗോളടിച്ചതാരാ? മദർ തെരേസയുടെ 3 മുടിനാരിഴകളാണ്. ഈ മുടിനാരിഴകളാൽ പിശാചിനെ ബന്ധിക്കണമെന്ന് ഈ നൊവേന പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയ ഈ അച്ഛൻ മരിച്ചുപോയെന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹം എഫെസ് ലേഖനം 6-ാം അധ്യായം വായിച്ചിട്ടില്ലേ? ദുരാത്മശക്തികളോട് പടപൊരുതാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങൾ ധരിക്കാനാ പറഞ്ഞേ. ഷാലോം TV-യിലെ ഒരിക്കൽ ഒരു OCD അച്ഛൻ ധ്യാനഗുരുവാൻ. അദ്ദേഹം ഈ കൊന്ത ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറയണേ, മക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധമാണ് ഈ കൊന്ത. പിശാചിനോട് യുദ്ധം ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് ഈ കൊന്ത. കൊന്തയുണ്ടെങ്കിൽ ഒരു പിശാചിൻ നിൻ്റെ വീട്ടിലടുക്കില്ല, നിൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ല. അയ്യോ മക്കളെ, അത് മതപുരോഹിതനായ അച്ഛൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ രാജകീയ പുരോഹിതനായ ഈ അച്ഛൻ പറയുന്നു, കൊന്തയല്ല പിടിക്കേണ്ടതാ, സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചന വാളാണ് നിന്റെ കയ്യിലുണ്ടായിരിക്കേണ്ടത്. ഈ വാള് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തി നിന്റെ കൂടാരത്തിൽ അടുക്കില്ല. പിശാചിനോട് പടപൊരുതാൻ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ, അല്ലാതെ കൊന്തയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മരിച്ചുപോയ മദർ തെരേസയുടെ മുടിയാണ് പിശാചിനെ ബന്ധിക്കാനായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ തന്നെ യാഗമാക്കിയത്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം, ആ തിരുമേനി നമുക്ക് വേണ്ടി കീറിമുറിച്ച് തന്നതാ. ശാപത്തെയും രോഗത്തെയും എന്നേക്കുമായി നമ്മിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ്. അകറ്റി എന്നാണ് വചനം പറയുന്നത്. ഇറ്റ്സ് ഫിനിഷ്ഡ്.
ഇനി മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെയും യൂട്യൂബിൽ ഞാനൊരു യാക്കോബ അച്ഛൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നേ, എൻ്റെ ബിഷപ്പ്, ഈ ദിവസങ്ങളിലായിട്ട് ചില വ്യക്തികൾ ഒരു പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. മരിച്ചുപോയ ചില വ്യക്തികളുടെ നഖവും മുടിയും എല്ലും വസ്ത്രവും അവർ കിടന്ന കട്ടിലും ഒക്കെ എടുത്തു വെച്ചൊരു പ്രാർത്ഥന. അതിനെ പറയുന്നത് തിരിശേഷിപ്പെന്നാണ്. പിതാവേ, അത് തിരിശേഷിപ്പൊന്നുമല്ല, ശവശേഷിപ്പാണ്. ആ പുരോഹിതൻ ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞു. സ്തോത്രം. അദ്ദേഹത്തിന് അതങ്ങ് പരസ്യമായിട്ട് പറയാനുള്ള തൻ്റെ ഇടവൊക്കെ ഉണ്ടായല്ലേ. അദ്ദേഹം നിൽക്കുന്നത് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ തിരിശേഷിപ്പല്ല, ഇത് ശവശേഷിപ്പാണ്. മോശാപ്പച്ചനെ കുറിച്ച് പറയുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമായി മാറുന്ന ഒരു കാലഘട്ടം വന്നു. എപ്പോൾ? മോശ ആ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ദൈവം അവനെ എടുത്തു. അവനവനെ അടയ്ക്കുന്ന. മോശ മരിച്ചു, അവനവനെ അടക്കി. എവിടെ അടക്കിയെന്ന് ഇന്നേ വരെ ആർക്കും അറിയത്തില്ല. അത് കർത്താവ് മനഃപൂർവ്വം അടക്കി കളഞ്ഞാണ്. കാരണം എവിടെയാണ് അടക്കിയിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോയി മാന്തി മോശയുടെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ എടുത്ത് വിറ്റ് കാശുണ്ടാക്കിയാണ്. സ്തോത്രം. വചനവിരുദ്ധ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെ സഭയുടെ അകത്ത് കടന്നു, എന്നും അത് വളരെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ ആ ആശ്രമത്തിലും ചെല്ലുക. അദ്ദേഹം ഉപയോഗിച്ച പല സാധനങ്ങൾ അവിടെ ആ ശവശേഷിപ്പെല്ലാം തിരിശേഷിപ്പായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ സ്ഥലത്ത് ആ സഹോദരി കിടന്ന കട്ടിൽ പോലും ഇന്ന് തിരിശേഷിപ്പാണ്. മനുഷ്യന് എന്നിട്ട് ഇത് വെറുതെ വെച്ചിരിക്കുകയല്ല, അവിടെ എല്ലാം നേർച്ചപ്പെട്ടിയുണ്ട്. അതാണ് വിഷയം. ആലപ്പുഴ തങ്കി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, തങ്കിപ്പള്ളി. കൊച്ചി ഇടവകയുടെ രൂപതയുടെ പള്ളിയാണത്. അവിടെ മരിച്ച് കർത്താവിൻ്റെ ഒരു അടക്കം ചെയ്യുന്ന രൂപം ഉണ്ട്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഈ രൂപം എഴുന്നള്ളിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. അപ്പോൾ എല്ലാ ഒട്ടുമിക്ക പള്ളികളിലും ഉണ്ട് അത്. പക്ഷെ തങ്കിപ്പള്ളിയിലൊരു പ്രത്യേകത, കർത്താവിൻ്റെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവയ്ക്ക് കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നില്ല, മുടിയുണ്ട് വളരുന്നില്ല. ഇത് വളരുന്നു. കർത്താവിൻ്റെ മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പറയുന്നത് അതിങ്ങനെ വെട്ടിക്കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇത് വളർന്നിങ്ങനെ അറബിക്കടലിൽ പോയി വീണല്ല. അയ്യോ, കർത്താവിൻ്റെ മുടി വെട്ടി മാറ്റുന്ന സഹോദരാ, അത് വിറ്റ് കാശാക്കാൻ പറ്റില്ലേ? അത് പ്രത്യേകിച്ച് കർത്താവിൻ്റെ മുടിയാകുമ്പം ഭയങ്കര ആൾക്കൂട്ടവും ചാട്ടവും ഒക്കെ അല്ലേ. അന്ധമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. ഇതാണ് പറയേണ്ട സത്യം പറയേണ്ട സ്ഥലത്ത് പറയാതിരിക്കുമ്പോൾ അർത്ഥസത്യം മാത്രം ജനം അറിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം അതെല്ലാം കർത്താവിൻ്റെ വകയാണെന്നും അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണെന്നുള്ള അന്ധമായ ചിന്തയിൽ, അജ്ഞതയിൽ എൻ്റെ ജനം നശിക്കും. മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ലാക്ക് ഓഫ് നോളജ്. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അതിന് കാരണക്കാരാ പുരോഹിത നീയല്ലയോ. തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുകളും എന്നിവയെ ആരാധിക്കുന്നത്, അതാണ് വിഷയം. സ്തോത്രം. അപ്പോഴിത് ഔദ്യോഗികമായ അംഗീകാരം കൊടുത്തു കഴിഞ്ഞ് അപ്പം പിന്നെ ഈ സകല ചവറും. കൊരട്ടിയിൽ ഒരു പള്ളിയിൽ ലേറ്റസ്റ്റായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു സാധനമുണ്ട്. കൊരട്ടിമുത്തിക്ക് കൊടുക്കുന്നത് വാഴക്കൊലയാണ്. ഏതോ ഒരു മനുഷ്യൻ 60 കിലോയുടെ ഒരു വാഴക്കൊല
വെള്ളിയിലാണോ ചെമ്പിലാണോ എന്നറിയത്തില്ല, കൊടുത്ത് പള്ളിയിൽ അച്ഛൻ അതിന് ഒരു രൂപക്കൂടുണ്ടാക്കി അദ്ദേഹം അതിനെ ആശീർവദിച്ച് ജനമിപ്പോൾ വാഴക്കൊല തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാറിന് അടിച്ചില്ല, ആ ചാട്ടവാറ് നോക്കിയതല്ലേ, അപ്പം തന്നെ എല്ലാം തട്ടും പട്ടുമൊക്കെ മാറിച്ചിട്ടു ആലയം ശുദ്ധീകരിച്ചു. എൻ്റെ ആലയം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആലയമാക്കരുത്. അതുപോലെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആലയമാക്കിക്കൊണ്ടിരുന്ന ജനത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശവശേഷിപ്പുകൾ ഇന്ന് തിരിശേഷിപ്പായി അതിനെ ആരാധിക്കുമ്പോൾ നീ ആരെയാണ് അപമാനിക്കുന്നതെന്നറിയാവോ? ജീവനുള്ള ദൈവത്തെയാണ്, ദൈവവചനത്തെയാണ്. തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുകളും എന്നിവയെ ആരാധിക്കുന്ന ഔദ്യോഗികമായി അംഗീകരിച്ചു. സ്തോത്രം. ഇതൊക്കെ പള്ളിയിൽ അച്ഛന്മാർ പറയാൻ പേടിയാ. പൊന്നു സഹോദരങ്ങളെ, നല്ലൊരു ശതമാനം പുരോഹിതന്മാർക്ക് ഈ സത്യം അറിയാം. അതുങ്ങൾക്ക് ഈ സത്യം പറയാൻ പേടിയാ. പിന്നെ അതുങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പണ്ട് ഒരു അച്ഛന് സെൻഡ് ഓഫ് കൊടുത്തു. അപ്പോൾ ഈ ഓൾട്ടർ ബോയ്സ് ഓരോരോ സെക്ഷൻ ഒരു ചെറിയ പ്രസംഗവും ഒരു പ്രസൻറ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ ഓൾട്ടർ ബോയിൽ അവരുടെ ലീഡർ വന്നിട്ട് ആ കുട്ടി പ്രസംഗിച്ചപ്പോൾ പറയണേ, ഈ അച്ഛൻ വന്നപ്പോഴേ വിചാരിച്ചൊരു ഒരു സെൻഡ് ഓഫ് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സത്യങ്ങൾ അച്ഛൻ ഇങ്ങനെ പള്ളി വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ എപ്പോൾ സെൻഡ് ഓഫ് കൊടുത്തു നോക്കിയാൽ മതി. ജീവനുള്ള വചനം ജനത്തിന് വേണ്ട. അവർക്ക് ഇത്തരത്തിലുള്ള മരിച്ചുപോയവരുടെ ശവശേഷിപ്പുകൾ എഴുന്നള്ളിച്ച് തുള്ളിക്കൊണ്ട് നടന്നാൽ മതി. സ്തോത്രം. ആ അരളിക്ക എന്നും പറഞ്ഞൊരു സാധനം, ഈ തിരുശേഷിപ്പുകൾ എന്ന് പറയപ്പെടുന്ന ആ സാധനം ഒരു അകത്ത് വെച്ചിട്ട് അച്ഛൻ ഇതിനെ ഇങ്ങനെ ആണ് കൊണ്ടുപോകുന്നത്. ഞാൻ കുറേ പിടിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ഇത് കൊണ്ടുപോകുന്ന പുരോഹിതന് യാതൊരു വിശ്വാസവും ഇല്ല. ഞങ്ങൾക്കെല്ലാം അറിയാവുള്ളത്. പക്ഷെ ജനത്തിന് ഭയങ്കര വിശ്വാസമാണ്. കാരണം അതുങ്ങൾ അന്ധമായിട്ട് അത് വിശ്വസിക്കുകയാണ്. മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ശവശേഷിപ്പുകളിലല്ല ശക്തി. എൻ്റെ കർത്താവിൻ്റെ തിരുവചനത്തിലാണ്. എന്തുകൊണ്ട് ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നില്ല? ഇതെടുത്ത് അനുസരിക്കാൻ നിനക്കിത്ര പേടിയെന്താ? കള്ളം പറയാത്ത സത്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. AD 850 ഹന്നാൻ ജലം, വിശുദ്ധ തൈലം എന്നിവ പുരോഹിതന്മാർ വാഴ്ത്തിക്കൊടുക്കുന്ന പതിവ് ആരംഭിച്ചു. നിങ്ങളെ ഞാൻ നിർമ്മല ജലം തളിക്കും, നിങ്ങളുടെ ശവക്കല്ലറിഞ്ഞ് ഞാൻ വിളിച്ചു പുറത്തു കൊണ്ടുവരും. കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ് നമ്മുടെ മേൽ തളിച്ചിരിക്കുന്നത്. ഇനി ഒരു പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വിശുദ്ധ തൈലം അത് ഒരു പ്രത്യേക ദിവസത്തിലുള്ള കുർബാനയിൽ ഈ വിശുദ്ധ തൈലം വാഴ്ത്തി പള്ളികളിൽ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് പിന്നെ ബിഷപ്പാണ് അത് ചെയ്യുന്നത്. രോഗിലേപനമെന്നും പറഞ്ഞ് 7 കൂദാശകളിലൊരു കാര്യമുണ്ട്. രോഗികളായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛനെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. യാക്കോബ് ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയിലാണെങ്കിൽ പിന്നെ സഭയിൽ മൂപ്പനെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്നുള്ളത് അത് വചനപ്രകാരമാണ്. പക്ഷേ അവൻ മരിച്ചു പോകാനല്ല, അവൻ ജീവിക്കാൻ വേണ്ടിയാണ്. നല്ല കാര്യം തന്നെ. പക്ഷേ അത് ചെയ്യുന്നതിന് നീ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചാൽ അതാണ് വിഷയം. സ്തോത്രം. ഇത് വിറ്റ് കാശാക്കുന്ന വ്യക്തികളുണ്ട്. മനുഷ്യനിർമ്മിതമായ ഒന്നിലും
ദൈവത്തിൻ്റെ വാസമില്ല. സ്തോത്രം. ജാതികൾ അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളായിട്ട് എന്തിന്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? സ്തോത്രം. AD 850 ഹോളി വാട്ടർ, വിശുദ്ധ തൈലവും എന്നിവ പുരോഹിതന്മാർ വാഴ്ത്തിക്കൊടുക്കുന്ന പതിവ് ആരംഭിച്ചു. അടുത്തതായിട്ട് AD 890 യൗസേപ്പ് പിതാവിനെ ആരാധിക്കുവാൻ ആരംഭിച്ചു. AD 890 യൗസേപ്പ് പിതാവിനെ ആരാധിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ അതുവരെ യൗസേപ്പ് പിതാവ് എവിടെയായിരുന്നു? ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് യൗസേപ്പ് പിതാവ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റാച്ചു വളരെ വൈറലാണ്. നമ്മുടെ ഇപ്പോഴത്തെ പോപ്പ് ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പ് പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ചിലർ അല്ലെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ, ഇയാളാരാ അത് ചോദ്യം ചെയ്യും. ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പ് പിതാവ് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. യൗസേപ്പ് നീതിമാനായിരുന്നു, വിശുദ്ധനായിരുന്നു. യൗസേപ്പ് പിതാവ് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. യൗസേപ്പ് പിതാവ് നിദ്രയിലാണ്. യൗസേപ്പ് പിതാവ് കിടന്ന് ഉറങ്ങട്ടെ, സമയമാകുമ്പോൾ അവർ എണീറ്റുള്ളൂ. സ്തോത്രം. യൗസേപ്പ് പിതാവിനെ ആരാധിക്കുവാൻ ആരംഭിച്ചു. അപ്പം അത് ചോദ്യം ചെയ്താണ്, അതുവരെ പുള്ളിക്കാരൻ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു? ജീവനുള്ള ദൈവനെ വിളിക്കുന്നതിന് പകരം നീ നീ ഉറങ്ങാതെ മയങ്ങാതെ നിന്നെ കാത്ത് പരിപാലിക്കുന്നവനെ വിളിക്കുന്നതിന് പകരം മരിച്ചു പോകുന്ന മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനവിരുദ്ധമാണത്. അവിടെയാണ് വിഷയം. ചിന്തിച്ചു നോക്കൂ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നിന്റെ നിർജീവാവസ്ഥയെ സജീവമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിന് പകരം യൗസേപ്പ് പിതാവിനെ ആരാധിക്കുവാൻ ആരംഭിച്ചു. യൗസേപ്പ് പിതാവിനെ അല്ല ആരാധിക്കേണ്ടത്, ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. കാലിത്തൊഴുത്തിൽ അവൻ ജനിച്ചപ്പോഴും അവനെ കാണാനായി ജ്ഞാനികൾ വന്നു. അവിടെ അവർ വന്ന് മുട്ടുമടക്കി. യൗസേപ്പ് പിതാവിനെ മാതാവിനെ എല്ലാവരും ആരാധിച്ചത്, ഈ ജീവനുള്ള ദൈവമായ ദൈവപുത്രനെയാണ് അവർ ആരാധിച്ചത്. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. മാതാവിനെ ആരാധിച്ചില്ല, യൗസേപ്പ് പിതാവിനെ ആരാധിച്ചില്ല, ലോകരക്ഷകനായ യേശുവിനെയാണ് അവർ ആരാധിച്ചത്. അങ്ങനെ നീ ആരാധിക്കണമെങ്കിൽ നീ ജ്ഞാനിയായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടെന്ന് അറിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ ഇരുന്ന മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ആരാണ് ജ്ഞാനി? ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നവനാണ് ജ്ഞാനി. അപ്പോൾ AD 890 യൗസേപ്പ് പിതാവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. സ്തോത്രം. പല പള്ളികളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ സ്റ്റാച്ചു വളരെ വൈറലായിട്ട് പുതിയ നോവേനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അടുത്തത് AD 827 കർദിനാൾ സംഘം ആരംഭിച്ചു. സ്തോത്രം. കുഴപ്പമില്ല, ഒരു ആലോചന കമ്മിറ്റിയൊക്കെ ഉള്ളത് നല്ലത് തന്നെ. ഈ കമ്മിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അതിപ്പോൾ പള്ളിയിലാണെങ്കിലും ഇപ്പുറത്ത് പെന്തക്കോസ് കൂട്ടായ്മയിലാണെങ്കിലും ഈ സംഘം എപ്പോഴും ഒരു സംഘടനത്തിന് ഒരു വേദിയാണ്. ആദിമസഭയിൽ കർത്താവിൻ്റെ സഭയിലെ കാര്യങ്ങൾ
നടത്തിപ്പാനായിട്ട് 7 പേരെ തിരഞ്ഞെടുത്തു. ജ്ഞാനമുള്ള, വിവേകമുള്ള, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട 7 പേരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത, ഒരു ജ്ഞാനവുമില്ലാത്ത, വിവേകമില്ലാത്തവരെയാണ് ഇന്ന് സംഘത്തിൽ ഉള്ളത്. അത് കാരണം സംഘട്ടനമാണ്. നമ്മൾ എറണാകുളം രൂപതയിലെ അച്ഛന്മാർക്കും അവിടുത്തെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന് ഈ സംഘങ്ങളിലുള്ള സംഘട്ടനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാധാരണ ജനത്തിന് ഇതിൻ്റെ അകത്തുള്ള ഇന്നർ പൊളിറ്റിക്സ് അറിയില്ല. ഇത്തരത്തിലുള്ള സംഘങ്ങൾ കൂടിയാണ് പരിശുദ്ധാത്മാവിനെ പുറത്താക്കിയത്. ഇന്ന് സഭയിൽ യേശുക്രിസ്തു ഇല്ല. ഇന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംഘമാണ്. ആര് സഭ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമല്ല, ഈ സംഘമാണ്. ഇതേപോലുള്ള സംഘങ്ങൾ ഒട്ടുമിക്ക കൂടിവരകളിലുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് വേണം കമ്മിറ്റിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. എന്താ നടക്കുന്നത്? നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ കാര്യമാണോ ഇന്ന് തീരുമാനങ്ങൾക്ക്, നമ്മളുടെ വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കൽപ്പിക്കുന്നത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ദൈവിക ആലോചന തരുന്ന പുസ്തകമാണിത്. ഇത് മാറ്റിവെച്ചിട്ടല്ല നിന്റെ ബുദ്ധിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നത് കൊണ്ടല്ലേ സഭയുടെ അകത്ത് അടി തീരാത്തത്. അടുത്തിരിക്കുന്നവനെ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്താണെന്നറിയാവോ? നിന്റെ ഇഷ്ടം പോലെയാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്. Who are you to judge your neighbor? നിന്റെ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാ? സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘങ്ങൾ എല്ലാ കൂട്ടായ്മകളിലും ഉണ്ട്. നേതൃത്വത്തിന് ആൾക്കാർ വേണം. പക്ഷേ വിവേകമുള്ള, വിജ്ഞാനമുള്ള, പരിജ്ഞാനമുള്ള, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട 7 പേരെയാണ്, 7 വ്യക്തികളെയാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടത്. അത്തരത്തിലുള്ള വ്യക്തികൾ ഇന്നില്ല. കമ്മിറ്റിയിൽ കയറാൻ കൈക്കൂലി കൊടുത്ത്, പള്ളി കമ്മിറ്റി കയറാൻ കൈക്കൂലി കൊടുത്ത് സ്ഥാനമാനങ്ങൾ നേടുന്നു. എന്തിനാണെന്നറിയാവോ? അതിൻ്റെ അകത്ത് കയറി പള്ളിയുടെ അകത്തിരിക്കുന്ന മുഴുവനും അടിച്ചു മാറ്റി നക്കി വെട്ടിത്തിന്നാൻ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വിഷമേ ഇല്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പല പല രൂപത്തിൽ ഇന്ന് കൂട്ടായ്മകളെ നയിക്കുകയാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെതിരെ ജയിക്കില്ലെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഇപ്പോൾ കള്ളം പറയാത്ത സത്യങ്ങൾ അത് തീർന്നിട്ടില്ല. ഇനിയും അടുത്ത സെക്ഷനിൽ നമ്മൾ കണ്ടിന്യൂ ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും കയറാൻ പോകുന്നത്. മരണശേഷം രക്ഷയില്ല. അടുത്ത ദിവസം കുറേ കൂടി വചനാടിസ്ഥാനത്തിൽ കുറേ സത്യങ്ങൾ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്, ഈ പ്രാർത്ഥന, ഈ സെക്ഷൻ അവസാനിപ്പിക്കേണ്ട സമയമായുള്ളൂ. 8:30 ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ ആരുടെ ആലോചനയാണ് അനുസരിച്ച് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയിലൂടെ കർത്താവിനെ ആരാധിക്കുന്നത്? ഞാൻ ആർക്കാണ് വിധേയപ്പെട്ടിരിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ദുരാത്മശക്തി ചില വ്യക്തികളിലൂടെ സഭയുടെ അകത്ത് കയറി സഭയെ മ്ലേച്ഛതപ്പെടുത്തി, അതേ സ്പിരിറ്റിലൂടെയാണ് ഇന്ന് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്.
പരിശുദ്ധാത്മാവ് ഇത്രയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നത് തെറ്റ് തിരുത്തി പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിലേക്ക്, ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. അല്ലാതെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി അവരങ്ങനെയാണ് ഇങ്ങനെയെന്ന് വിധി എഴുതാനല്ല. ഇത് തെറ്റുതിരുത്തലിനും ഗുണീകരണത്തിനും ശാസനയ്ക്കും വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനമാണ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് തെറ്റിപ്പോയെങ്കിൽ കർത്താവേ തെറ്റിപ്പോയി എന്ന് പറ. സ്തോത്രം. തെറ്റ് സംഭവിക്കും. ടു എറർ ഈസ് ഹ്യൂമൻ. തെറ്റുക മനുഷ്യ സഹജമാണ്. ബട്ട് ടു ഫൊർഗീവ് ഇസ് ഡിവൈൻ. ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. ഇറ്റ്സ് എ ടൈം, ഹൈ ടൈം. ഈ കർത്താവ് വരെ ഇനി അധികം സമയമില്ല, ഒട്ടുമേ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം കറക്ഷൻ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ്. ഈ തമ്മിലടിക്കുന്നത് നിർത്ത്. പോകണ്ടേ? ഇങ്ങനെയൊക്കെ അടിച്ചടിച്ച് എൻ്റെ കൂടെ ഇരുന്നാൽ മതിയാ. അവൻ വരുമ്പോൾ പോകണം. അതുകൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ദൈവിക ആലോചന ഈ പുസ്തകത്തിലൂടെയാണ് വരുന്നത്. വീട്ടിലിരിക്കുന്ന, കയ്യിലിരിക്കുന്ന ബൈബിളിലൂടെയാണ് തിരുവചന സത്യം, പരിശുദ്ധാത്മാവ് സത്യം നമ്മൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എളിമയോടെ, തുറവിയോടെ, ഹൃദയ തുറവിയോടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.